മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് CPM നേതാക്കൾ വീട്ടിലെത്തി ഉപദേശിച്ചെന്ന് കേട്ടപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് സംഗതി വെടിപ്പായി എന്ന് കരുതി പിണറായി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കെതിരായിരുന്നു പാർട്ടി സമ്മേളനത്തിലെ രോഷം മുഴുവനെന്നും കേട്ടുകേൾവിയുണ്ടായിരുന്നു. പിണറായിയെ ബോധവൽക്കരിച്ചതാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കണ്ണൂർ എരഞ്ഞോളിയിൽ നാട്ടിലെ ബോംബിനെ പറ്റി നിവർത്തികെട്ട് പറഞ്ഞ പാവം യുവതിയുടെ അമ്മയോടായിരുന്നു പാർട്ടിക്കാരുടെ വിരട്ടലെന്ന് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങൾ ഞങ്ങളെ കൊല്ലുമോ എന്ന് ആ അമ്മ ചോദിച്ചപ്പോൾ ചിരിയായിരുന്നു അത്ര മറുപടി. ചിരിയും കൊലച്ചിരിയും തിരിച്ചറിയാൻ പാവങ്ങൾക്ക് പാടാണ്. പിണറായിയുടെ നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്ത ഉപദേശം MV ഗോവിന്ദൻ വളഞ്ഞ വഴിയിൽ പറയിച്ചതാണെന്ന് കരുതുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ഏത് ശൈലിയാണ് തിരുത്തേണ്ടതെന്നാണ് മാധ്യമപ്രവർത്തകരോട് കക്ഷി തിരക്കിയത്. എണ്ണിയാൽ ഒടുങ്ങാത്തവ ഉണ്ടെന്നിരിക്കെ അതിൽ ഏത് എന്ന് പത്രക്കാർ പറഞ്ഞു കിട്ടിയാൽ തന്റെ തടി കഴിച്ചില്ല എന്ന് പാവം കരുതിയിട്ടുണ്ടാകും. കടിക്കാൻ കഴിയാത്ത കയ്യിൽ ഉമ്മ വയ്ക്കുകയും നശിച്ചു പോട്ടെ എന്ന് മനസ്സിൽ പ്രാകുകയും ചെയ്യുന്ന ചിലരുണ്ട്. നിസ്സഹായത കൊണ്ടാണ്. ബംഗാളിൽ ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും 3 പതിറ്റാണ്ടിലേറെ തുടർച്ചയായി ഭരിച്ചതോടെ CPMന്റെ നേതാക്കളും പ്രവർത്തകരും എണ്ണം പറഞ്ഞ ജനമർദ്ദകരായെന്നാണ് കേൾവി. കേരളത്തിൽ 1 പതിറ്റാണ്ട് തികയും മുമ്പ് പാർട്ടി മാത്രമല്ല DYFIയും SFIയും ഉൾപ്പെടെ ലക്ഷ്യം മറികടന്നെങ്കിൽ ഇനി 2 പേരേക്കാൾ എത്രയോ വിജയമാണ് വിജയനെന്ന് ഊറ്റം കൊള്ളുന്നതിൽ തെറ്റില്ല. TP വധക്കേസിലെ പ്രതികളെ ജയിലിൽ നിന്നിറക്കാൻ എല്ലാ വഴിയും പാർട്ടിയും സർക്കാരും നോക്കുന്നതിലും തകരാറൊന്നുമില്ല. കൊലക്കേസ് കൊട്ടേഷൻ പിടിച്ചവർ പിണങ്ങിയാൽ കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടില്ല. വോട്ട് കിട്ടാത്തതുപോലെ നിസ്സാരമല്ല അത്. അറിഞ്ഞതും ചെയ്തതും അവർ വിളിച്ചു പറയും. പാർട്ടിയും സർക്കാരും ജീവപര്യന്തം അവരുടെ കാലു കഴുകേണ്ടി വരുന്നത് ആ പേടി കൊണ്ടാണ്. ആ ഗതികേട് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല. 1.25 ശതകത്തോളം ചരിത്രമുണ്ട് SNDP യോഗത്തിന്. 8 വയസ്സേ ഉള്ളൂ BDJSന്. 1070-ൽ ജനിച്ച തുഷാർ വെള്ളപ്പള്ളിയുടെ തോളിലേറി SNDPയുടെ യോഗത്തിലേക്ക് സംഘപരിവാർ നടന്നു കയറിയത് 1964-ൽ ജനിച്ച CPM നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട ഗതികേട് വരുമെന്ന് നവകേരളം സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ശബരിമലയിൽ കൈ പൊള്ളിയപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശനെ അധ്യക്ഷനാക്കി നവോത്ഥാന സംരക്ഷണ സമിതിയുമായി മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുടെ പ്രഭവ കേന്ദ്രം അതേ വെള്ളാപ്പള്ളിയിൽ തന്നെ എത്തി നിൽക്കുന്നു. പോലീസ് കാവൽ നിന്ന് 2 യുവതികളെ സന്നിധാനത്ത് കയറ്റിയപ്പോൾ തന്നെ താൻ മനസ്സിൽ കണ്ട നവോത്ഥാന കേരളം സൃഷ്ടിക്കപ്പെട്ടെന്ന് പിണറായി സമാധാനപ്പെട്ടിരുന്നെങ്കിൽ ഇത്ര കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് അരിശം തീരാതെ സമിതി ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് പുലിവാലായത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ എന്ന് വെള്ളാപ്പള്ളി സ്വയം ആലോചിക്കണമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. പുറത്താക്കാൻ ശേഷി ഇല്ലാഞ്ഞിട്ടാകാനേ വഴിയുള്ളൂ. പിണറായി കത്തി ചലിക്കുന്ന സൂര്യനാണെന്നും അടുത്തെത്തുന്നവർ കരിഞ്ഞു പോകുമെന്നും ഗോവിന്ദൻ പണ്ടേ പറഞ്ഞതാണ്. അറം പറ്റിയെന്നാണ് തോന്നുന്നത്. പാർട്ടി ഇത്ര അടുക്കാതെ നിന്നിരുന്നെങ്കിൽ ഇത്രയ്ക്കങ്ങോട്ട് കരിയില്ലായിരുന്നു. ഇനി ചാരത്തിൽ നിന്ന് കനൽ ഒരു തരി കണ്ടെടുക്കുക. പിണറായി കത്തിച്ചൊലിക്കുന്ന സൂര്യനാണെന്നും അടുത്തെറിയുന്നവർ കരിഞ്ഞു പോകുമെന്നും ഗോവിന്ദൻ പണ്ട് പറഞ്ഞത് അറം പറ്റിയെന്നാണ് തോന്നുന്നത്. പാർട്ടി ഇത്ര അടുക്കാതെ നിന്നിരുന്നെങ്കിൽ ഇത്രയ്ക്കങ്ങോട്ട് കരിയില്ലായിരുന്നു. ഇനി ചാരത്തിൽ നിന്ന് കനൽ ഒരു തരി കണ്ടെടുക്കുക. സ്വയം ജലിക്കാനും നാടു കത്തിക്കാനും അത് തന്നെ ധാരാളമാണ്.